നാണമുണ്ടോ സഖാവെ ഒരു നിലപാടെടുക്കാൻ എന്ന് CPIയോടാണോ CPM ജനറൽ സെക്രട്ടറിയോടാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടാണോ കേരളം ചോദിക്കേണ്ടത്? കേരളത്തെ രാഷ്ട്രീയമായി വഞ്ചിച്ച ഈ നടപടിക്ക് കളമൊരുക്കിയത് ആരാണ്? എന്തിനാണ്? ശരിക്കും ഈ അന്തർധാരയുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? കേരളത്തെ വഞ്ചിച്ച രഹസ്യവും ദുരൂഹവുമായ ആ ഒപ്പ് നമ്മുടെ ആകെ പ്രശ്നമാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ പോരാട്ട ചരിത്രത്തെയാണ് പിണറായി വിജയൻ മോദി സർക്കാരിന് മുന്നിൽ ഒറ്റിക്കൊടുത്തത്. കേരളത്തിന്റെ രാഷ്ട്രീയ വിശ്വാസ്യതയെയാണ് പിണറായി സർക്കാർ എന്നേക്കുമായി ചോദ്യത്തിലാക്കിയിരിക്കുന്നത്. എന്തിനു വേണ്ടി? എങ്ങനെയാണ് പിണറായി വിജയന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കേരളം വിശ്വസിക്കേണ്ടത്? സംഘപരിവാർ അജണ്ടയെന്ന് ഇത്രയും കാലം വിശ്വസിച്ചെതിർത്ത ഒരു പദ്ധതിയെ പിണറായി അംഗീകരിച്ചാൽ, CPM ന്യായീകരിച്ചാൽ, സംഘപരിവാറിനെ എതിർക്കുന്ന കേരളത്തിലെ ജനങ്ങൾ എന്ത് ചെയ്യണം? കേരളത്തിന്റെ അടിസ്ഥാന രാഷ്ട്രീയ പോരാട്ടങ്ങളെ കൂടിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രതിസന്ധിയിലാക്കുന്നത്. CPM മുൻപെതിർത്തതിനെയെല്ലാം പിന്നീട് ഏറ്റെടുത്ത് കൊണ്ടാടും എന്ന സ്ഥിരം പരിഹാസം പോലെയല്ല ഇത്. സംഘപരിവാറിന്റെ രാഷ്ട്രീയ പദ്ധതികൾക്ക് എന്താണ് കുഴപ്പം എന്ന് CPM കേരളത്തോട് ചോദിക്കുമ്പോൾ ഇവിടുത്തെ മനുഷ്യരുടെ അടിസ്ഥാന പോരാട്ടങ്ങളാണ് പ്രതിസന്ധിയിലാകുന്നത്. സംഘപരിവാറിന്റെ രാഷ്ട്രീയ പദ്ധതിയെന്ന് നിരന്തരം ആക്ഷേപിച്ച CPM ഒടുവിൽ ആ പദ്ധതിക്ക് ദുരൂഹമായി കീഴടങ്ങി കേരളത്തെയാണ് വഞ്ചിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ മനസാക്ഷിയാണ് പിണറായിയും പാർട്ടിയും പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. വ്യക്തതയോടുള്ള രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ചു പോരുന്ന കേരളത്തെ ഈ മലക്കമറിച്ചിൽ എന്തുമാത്രം ആശയക്കുഴപ്പത്തിലാക്കും എന്ന ആശങ്കയേ ഇല്ലാതെ CPM നിരന്നു നിന്ന് ന്യായീകരിക്കുകയാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ പ്രബുദ്ധതയെ പിണറായി വിജയനും പാർട്ടിയും ഒറ്റുകൊടുത്തിരിക്കുന്നു. ആ ഒറ്റ് ഏതെല്ലാം വഴിയിലൂടെ സംഘപരിവാറിന് സാധ്യതകൾ തുറന്നു കൊടുക്കുമെന്ന് ഇനി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും.